അതെ, അതാണോ ഇത്തവണത്തെ പ്രശ്നം? പ്രത്യേകം സെലക്ട് ചെയ്ത വോളണ്ടിയർമാർ എത്തുന്നു എന്നതാണോ വേവലാതിപ്പെടുത്തുന്ന ഘടകം? അല്ല, LDF ആസൂത്രണം ചെയ്തിട്ടുള്ള അത്തരമൊരു സമരം തന്നെയാണെന്ന് ഈ സംസ്ഥാനത്ത് അറിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ പട്ടാളത്തെ മറുപടി താങ്കൾ പറഞ്ഞു, ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ നിന്നും പടച്ചുവിടുന്ന വാർത്തകളാണ് അനാവശ്യമായ ഭീതി സൃഷ്ടിക്കുന്നത്. പതിവ് പരിശോധനകളും മറ്റുമല്ലാതെ ഒന്നും തന്നെ തലസ്ഥാനത്ത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ഞങ്ങളുടെ പ്രതിനിധി സുനിൽ ഐസക് തത്സമയം സെക്രട്ടേറിയറ്റ് മുന്നിൽ നിന്നുണ്ട്. സുനിൽ, സതീശൻ പാച്ചേനി ഇവിടെ പറഞ്ഞത് സാധാരണ നിലയ്ക്കുള്ള പരിശോധനകളും മറ്റുമാണ് പോലീസ് നടത്തുന്നത്, അതിൽ കൂടുതലായി ഭീതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല എന്നാണ്. എന്താണ് തലസ്ഥാനത്തുള്ള വിവരങ്ങൾ? സുനിൽ ഐസക്, സാങ്കേതിക തടസ്സമുണ്ട്, കേൾക്കുന്നില്ല സുനിൽ ഐസക് പറയുന്നത്. ഞാൻ തിരിച്ചു വരാം. സുനിൽ ഐസക് തയ്യാറായി നിൽക്കൂ. ഈ ചോദ്യത്തിന്, ഈ സംശയത്തിന് മറുപടി ഉണ്ടാകും എന്ന് കരുതുന്നു. ശ്രീ അരവിന്ദാക്ഷൻ, UDF-ൽ മുന്നണി മര്യാദകൾ ലംഘിക്കപ്പെടുന്നു എന്ന ആക്ഷേപം, എന്ന പരാതി, എന്ന പരിഭവം താങ്കൾ പ്രതിനിധീകരിക്കുന്ന പാർട്ടി ഉൾപ്പെടെയുള്ള ചെറുഘടക കക്ഷികൾക്കുണ്ട്. ഇത് കോൺഗ്രസിനെതിരെയുള്ള പരാതിയാണോ അതോ കോൺഗ്രസിലെ വിഭാഗത്തിനെതിരെയുള്ള പരാതിയാണോ? ഇത് കോൺഗ്രസിനെതിരെയുള്ള പരാതിയല്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇന്ന് തന്നെ ഒരു UDF-ൻ്റെ അവൈലബിൾ യോഗം ചേർന്നു 5-5:30 മണിക്ക്. ഇന്ന് ആ യോഗമൊക്കെ എത്രയോ നാൾ മുമ്പേ ചേരേണ്ടതാണ്. അതുപോലെ തന്നെ ഈ കോൺഗ്രസിൻ്റെ കുഴപ്പം കൊണ്ടല്ല, പിന്നെ എറണാകുളത്തും അതുപോലെ തന്നെ കോഴിക്കോടും ഉമ്മൻചാണ്ടിയുടെ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടി കൺവീനർ പോലും കാര്യങ്ങൾ അറിയുന്നില്ല എന്ന ആക്ഷേപം ഉന്നയിച്ചത് എന്തുകൊണ്ട്? അല്ല, അതൊരു സത്യമാണല്ലോ. ഇപ്പൊ സതീശൻ പാച്ചേനി എന്ത് പറഞ്ഞാലും ഞങ്ങളൊക്കെ ഈ പിന്നെ കരുണാകരൻ്റെ കാലത്തും അതുപോലെ ഉമ്മൻചാണ്ടി കൺവീനറായിരുന്നപ്പോഴും ശങ്കരനാരായണൻ കൺവീനറായിരുന്നപ്പോഴും ഒക്കെ ഈ മുന്നണിയിൽ ഉണ്ടായിരുന്നവരാണ്. അന്നൊന്നും ഇല്ലാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ മന്ത്രിമാർക്ക് ഏറ്റവും സൗകര്യമാണ്, മന്ത്രിമാർ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നടത്താം. അതിനുള്ളൊരു സൗകര്യം ഉമ്മൻചാണ്ടി ഒരുക്കി കൊടുത്തതുകൊണ്ടാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ഒറ്റപ്പെടേണ്ടെന്ന് സാര്യം വന്നത്. ഇപ്പം തന്നെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു, ചാനലുകളിൽ സതീശൻ പാച്ചേനിയും വിഷ്ണുനാഥും അതുപോലെ തന്നെ PT തോമസും സിദ്ദിഖും ഇത് ചാനൽ അവർ വരുന്നത് അവരെ ഞാൻ കുറച്ച് കാണുകയല്ല, നേരത്തെ കോൺഗ്രസിന് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്ന പലരെയും കാണുന്നില്ല. അപ്പോൾ ഇതിനകത്ത് കോൺഗ്രസിനകത്ത് ഉമ്മൻചാണ്ടി ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ന്യായമായിട്ട് ഞങ്ങൾക്ക് സംശയം ഉണ്ടായി. അതുപോലെ തന്നെ മറ്റേ ഘടകകക്ഷികളുടെ ഇടയിൽ നിന്നും അത്തരത്തിൽ പ്രശ്നം ഉണ്ടായി. ഞങ്ങൾ അതിനുവേണ്ടിയല്ല കൂടിയത്. ഞങ്ങൾ കൂടിയത് ഇത് നേരെ ചൊവ്വ ചെയ്ത് കൊണ്ടുപോകണം, അതിനുവേണ്ടിയുള്ള ഒരു മാർഗനിർദ്ദേശങ്ങൾ ഞങ്ങൾ പറയാം. അപ്പോൾ നേരെ ചൊവ്വയല്ല എന്ന ബോധ്യമുണ്ട്. ശ്രീ സതീശൻ പാച്ചേനി, UDF-ൽ തന്നെ നേരത്തെ പ്രതിരോധിച്ച് നിന്നിരുന്ന ഉമ്മൻചാണ്ടിയെ അനുകൂലിച്ച് നിന്നവരെ എല്ലാവരെയും ടെലിവിഷൻ ചാനലുകളിൽ പോലും കാണുന്നില്ല എന്നാണ് അരവിന്ദാക്ഷൻ പറയുന്നത്. ഈ CMP എന്ന് പറയുന്ന പാർട്ടി ഇവിടെ ഉണ്ടായപ്പോൾ, MVR നേതൃത്വത്തിൽ ഉണ്ടായപ്പോൾ, ഈ കണ്ണൂർ ജില്ലയിൽ ഈ CMP-ക്കാരെ പേപ്പട്ടിയെ പോലെ തല്ലിക്കൊല്ലാൻ CPM-മാർ മുന്നിട്ടിറങ്ങുമ്പോൾ അവരുടെയൊക്കെ മുമ്പിൽ നെഞ്ചി വിരിച്ച് പടയാളികളെ പോലെ നിന്നവരാ ഞങ്ങളൊക്കെ. അത് മനസ്സിലാക്കണം ഈ CMP-യുടെ നേതാക്കന്മാർ. ആ ഒരു കൊച്ചു പാർട്ടിയെ ഏത് വിധത്തിലാണ് ഇന്നിപ്പോൾ CMP നയിക്കുന്നതെന്ന് അരവിന്ദാക്ഷൻ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ആ ഒരു കൊച്ചു പാർട്ടിയെങ്കിലും നേരാൻ വഴിക്ക് നയിക്കാൻ കഴിയുന്നുണ്ടോ, എന്നിട്ട് മതി കോൺഗ്രസിന്റെ മേക്കിട്ട് കയറാൻ എന്നാണ് അരവിന്ദാക്ഷനോട് പറയാനുള്ളത്. ചെറിയ അവഗണന വന്നപ്പോൾ എല്ലാം മറന്നു അല്ലേ അരവിന്ദാക്ഷൻ? ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ള കാര്യം കേട്ടവർക്ക് മനസ്സിലായിട്ടുണ്ട്, പാച്ചേനിക്ക് മനസ്സിലാകുന്നറിയില്ല. ഞങ്ങളുടെ പാർട്ടിയെ സഹായിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഈ UDF നല്ല രീതിയിൽ പോകണമെന്ന് പറഞ്ഞാൽ അതൊരു തെറ്റാണോ? അതൊരു തെറ്റല്ല. ശ്രീ MV ഗോവിന്ദൻ, നാളത്തെ സമരം ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് 8 മണിക്ക് ഉപരോധ സമരം തുടങ്ങുന്നു. 10 മണിക്കാണ് അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം. കാരണം 9 മണി കഴിയുമ്പോഴേ HD ദേവഗൌഡയെ പോലെയുള്ള ദേശീയ നേതാക്കൾ തലസ്ഥാനത്ത് എത്തൂ എന്നാണ് ഏറ്റവും ഒടുവിൽ ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം. അതിൽ മാറ്റമുണ്ടെങ്കിൽ താങ്കൾക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ തന്നെ 9 മണിക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിളിച്ചു ചേർത്തുള്ള പ്രത്യേക മന്ത്രിസഭാ യോഗം സെക്രട്ടേറിയറ്റിനുള്ളിൽ നടക്കുമോ? അല്ല, അതൊക്കെ നാളെ മനസ്സിലാക്കി ഇനിയിപ്പോൾ അങ്ങോട്ട് കാണാൻ പോകുന്ന പൂരം ഇപ്പോൾ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞിട്ടുള്ളത് ഇതൊരു സമാധാനപരമായിട്ടുള്ള സമരമാണ് നടത്താൻ തീരുമാനിച്ചത്. ഇവിടെ സതീശൻ പാച്ചേനി പറഞ്ഞു കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് പ്രത്യേകം സെലക്ട് ചെയ്തിട്ടുള്ള ഗുണ്ടകളെയാണ് ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ള പല്ലവിയാണ് ഇവിടെ അവർ. ഗുണ്ടകളെയും കൊണ്ട് നടക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണെന്ന് തെളിഞ്ഞല്ലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ അകത്ത് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി പേരാണ് ഗുണ്ടായിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കൾ എന്നുള്ളതുകൊണ്ടാണല്ലോ അവർ ചിലർ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്.
അപ്പോൾ അമ്മാതിരി വർത്താനൊന്നും പറഞ്ഞിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമരത്തെ താഴ്ത്തിക്കെട്ടാൻ നോക്കണ്ടേ. പിന്നെ ഞങ്ങൾക്ക് പട്ടാളത്തെയും പോലീസിനെയും കണ്ടപ്പോൾ ഭയപ്പെട്ടു പോയിരിക്കുന്നു സതീശ. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പട്ടാളത്തെയോ പോലീസിനെയോ ഒന്നും കണ്ടാൽ ഭയപ്പെട്ട് പിന്നോട്ട് ഓടുന്നവരല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഈ പറയുന്ന രീതിയിൽ ഓലപ്പാമ്പ് കാണിച്ചിട്ടൊന്നും പേടിപ്പിക്കാൻ സതീശനോ UDFനോ മുഖ്യമന്ത്രിക്കോ സാധിക്കില്ല. അതിനെയെല്ലാം ശക്തമത്തായ രീതിയിൽ നേരിടാനുള്ള ജനകീയ പിൻബലമുള്ള ശക്തിയുള്ള ഒരു പ്രസ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം. ആ പ്രസ്ഥാനമാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾ എന്ന രീതിയിലാണ് കൃത്യമായിട്ട് പറഞ്ഞത്. ഞങ്ങൾ സമാധാനപരമായിട്ടൊരു സമരം നടത്തുകയാണ്. അത് സെക്രട്ടേറിയറ്റ് ഉപരോധമാണ്. സെക്രട്ടേറിയറ്റ് ഉപരോധം നടക്കുമ്പോൾ 15 ആൾ അതിലേക്ക് കൂടി കയറ്റും, 10 ആൾ ഇപ്പുറത്തേക്ക് കൂടി കയറ്റുന്നു ആരെങ്കിലും പറയാറുണ്ടോ? ഞങ്ങൾ ശക്തമത്തായ സമരം തന്നെയാണ്. ആ സമരത്തെ പോലീസ് നിലപാടാണ് സ്വീകരിക്കുക എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമേ നാളത്തെ സമരത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുള്ളൂ. ഞങ്ങൾ സമാധാനപരമായ രീതിയിൽ കൃത്യമായി ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കാതെ സമാധാനപരമായ രീതിയിൽ സമരം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ട് തന്നെയാണ്. സതീശൻ പാച്ചേനി, സെക്രട്ടേറിയറ്റ് വളയും, പക്ഷേ സമാധാനപരമായിരിക്കും. പിന്നെ ആരാണ് സമാധാനം കെടുത്തുന്നത്? അല്ല, അതൊക്കെ ഇപ്പോൾ ഗോവിന്ദ മാഷ് പറയുന്നതല്ലേ. കഴിഞ്ഞ ദിവസം ആധികാരികമായ LDF യോഗം കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം LDFന്റെ യോഗം കഴിഞ്ഞപ്പോൾ LDF കൺവീനർ പറഞ്ഞതും CPM സെക്രട്ടറി പറഞ്ഞതൊക്കെ ആധികാരികമായിട്ടുള്ള പ്രസ്താവനകളല്ലേ. പിന്നെ ഗോവിന്ദ മാഷ് പറഞ്ഞതുപോലെ പട്ടാളം വന്നാലും പോലീസ് വന്നാലൊന്നും പ്രശ്നമില്ല എങ്കിൽ പിന്നെ എന്താണ് ഈ വേവലാതി? എന്താ ഈ ചർച്ചയ്ക്ക് അടിസ്ഥാനം എന്താണ്? ഇവിടെ ന്യായമായും സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു എന്നതിനപ്പുറം ഇതിനകത്ത് വലിയ അതിശയോക്തിയൊന്നുമില്ല. പിന്നെ മാധ്യമങ്ങളിലൂടെ ഈ പല വാർത്തകളും കാര്യങ്ങളും വരുന്നു എന്നതിനപ്പുറം താങ്കൾ പറയുന്നു എനിക്ക് എന്റെ ലേഖകന്റെ അടുത്തേക്ക് പോയേ മതിയാവൂ. താങ്കൾ നേരത്തെ പറഞ്ഞു ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ നിന്ന് പടച്ചുവിടുന്ന വാർത്തകൾ മാധ്യമങ്ങൾ കൊടുക്കുന്നുവെന്ന്. അങ്ങനെ ഒരു ചീത്തപ്പേര്, അങ്ങനെ ഒരു ദുഷ്പേര് ഏറ്റുവാങ്ങാൻ മീഡിയ വൺ തയ്യാറല്ല. ഞങ്ങളുടെ പ്രതിനിധി സുനിൽ ഐസക് ഉണ്ട്. സുനിൽ, നേരത്തെ സതീശൻ പാച്ചേനി പറഞ്ഞു ഇപ്പോൾ തലസ്ഥാനത്ത് പോലീസിന്റെ സാധാരണ നിലയിലുള്ള പരിശോധനകളും മറ്റു മാത്രമാണ് നടക്കുന്നത്, മറിച്ച് ഭീതിതമായ ഒരു അന്തരീക്ഷമുണ്ട് എന്നെല്ലാമുള്ള വാർത്തകൾ ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ നിന്നും പടച്ചുവിടുന്നതാണെന്നാണ്. എന്താണ് തലസ്ഥാനത്തെ അവസ്ഥ? സുനിൽ ഐസക്. ഒരു കാരണവശാലും തലസ്ഥാന നഗരിയിൽ നിന്നുകൊണ്ട് സതീശൻ പാച്ചേരിയുടെ ആ അഭിപ്രായത്തോട് യോജിക്കവയ്യ. കാരണം തീർച്ചയായും ഇന്ന് ഉച്ച മുതൽ തന്നെ തലസ്ഥാന നഗരം ഭീകരമായ ഒരു പോലീസിന്റെ ഒരു പൂർണ്ണമായ നിയന്ത്രണത്തിലായിരുന്നു. പ്രധാനപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളിലും പോലീസിനെ വിന്യസിച്ചിരുന്നു. തലസ്ഥാന നഗരം ഒരുപക്ഷെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള അത്ര ഭീകരമായ പോലീസ് സംവിധാനം തിരുവനന്തപുരത്ത് ഒരുക്കിയിരുന്നു. അത് മാത്രമല്ല, നമുക്ക് കൃത്യമായി മറ്റൊരു കാര്യം കൂടി ഇത്തരണത്തിൽ ഓർക്കേണ്ടതുണ്ട്. കാരണം കേന്ദ്രസേനയെ ഇറക്കിയത് തന്നെ UDFിനുള്ളിൽ തന്നെ ഈ കാര്യത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായിരുന്നു. കേന്ദ്രസേന തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെ വന്നത് മുതൽ തന്നെ നഗരത്തിൽ മുൻപൊന്നുമില്ലാത്ത രീതിയിൽ അനിതര സാധാരണമായ രീതിയിൽ ഒരു അന്തരീക്ഷം രൂപപ്പെട്ടിരുന്നു. സ്വാഭാവികമായും അത് സമരത്തിന് അനുകൂലമായ ഒരു തരംഗമാണ് ഉണ്ടാക്കിയതെന്ന് UDFിൽ നിന്ന് MM ഹസൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ, K മുരളീധരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇത്തരത്തിലൊരു വിമർശനം തന്നെ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരത്തിൽ നിന്നുകൊണ്ട് നമുക്കൊരു കാരണവശാലും സാധാരണഗതിയിലുള്ള ഒരു നിലപാടാണ് പോലീസ് ഇവിടെ സ്വീകരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. കാരണം വളരെയധികം നന്ദി സുനിൽ ഐസക്. ഒപ്പം തന്നെ സമയം അതിക്രമിച്ചിരിക്കുന്നു. സതീശൻ പാച്ചേനി, MV ഗോവിന്ദൻ, KR അരവിന്ദാക്ഷൻ, വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. നാളെ കാണാം. വളരെയധികം നന്ദി.